ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൈപ്പങ്ങയും ഉരുളക്കിഴങ്ങും കൊണ്ടൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. അതിനുവേണ്ടി ചെറിയൊരു കൈപ്പങ്ങയും ഒരു കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വട്ടത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ മുറിച്ചെടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി കുത്തിയതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാവയ്ക്കയും കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ സവാള വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി കേട്ടോ, കൂടുതൽ ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ഇനി ഇതിലേക്ക് പാവയ്ക്കയും കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ മറക്കരുതേ, എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു മെഴുക്ക് പുരട്ടി മതി കേട്ടോ, ചോറ് വയറ് നിറയെ കഴിക്കാൻ. നമ്മൾ പാവയ്ക്കും കിഴങ്ങൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ലാസ്റ്റ് ആയപ്പോഴത്തേന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.